ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. അതിന് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. An anchored life in Christ. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന കപ്പലിന് ഉറപ്പു നൽകുന്നതാണല്ലോ നങ്കൂരം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം തന്നെയെന്ന് പ്രസ്താവിക്കുന്നു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഇത് നേരിടുമ്പോൾ ഉലയാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്കാവണം. പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളെ ഉറപ്പുള്ളതും അചഞ്ചലവുമായ നങ്കൂരമാകുന്ന നമ്മുടെ പ്രത്യാശയാൽ നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. യോഹന്നാൻ 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പുനരുത്ഥാനത്തെപ്പറ്റി മുൻകൂട്ടി പ്രസ്താവിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ജീവന്റെയും ന്യായവിധിയുടെയും പുനരുത്ഥാനത്തിൻ്റെയും കുറിച്ച് യേശു മുൻകൂട്ടി പഠിപ്പിക്കുന്നു. ലോകം മരണത്തെ അവസാനമായി കാണുമ്പോൾ യേശു പുനരുത്ഥാനവും പുതുജീവനും പ്രഖ്യാപിച്ചു. അവൻ്റെ പുനരുത്ഥാനത്തെ പൂർത്തീകരിക്കുന്നതായിരുന്നു ആ ശബ്ദം. ഇന്നേ ദിവസം എല്ലാ നന്മകളാലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.